ഈ വർഷം ഞാൻ എൻജോയ് ചെയ്ത് യൂസ് ചെയ്ത സ്കിൻ കെയർ, ഹെയർ കെയർ ആൻഡ് ബോഡി കെയർ ഫേവറേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഓൾറെഡി ഞാൻ എൻ്റെ മേക്കപ്പ് ഫേവറേറ്റ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് ചെക്ക് ഇറ്റ് ഔട്ട്, പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 2024 ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആണ്. ഫസ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്കിൻ കെയർ. My favorite cleanser of 2024 is this one. ഇത് കോസ് ഐക്യൂൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് FC3 ഫേസ് ക്ലെൻസർ ആണ്. ഇതിൽ AHA 10% ആൻഡ് BHA 2% എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്ന നേരത്ത് ആ ഒരു ജെന്റിലായിട്ട് എക്സ്ഫോളിയേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും, വിച്ച് ഇസ് നോട്ട് ടു മച്ച്. സോ ഡെയിലി ബേസിസിൽ ലൈറ്റ്ലി എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെപ്പോഴും ഒരു എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസർ നൈറ്റ് ടൈം ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇഷ്ടം. ആൻഡ് ദിസ് ഹാസ് ബീൻ മൈ കറണ്ട് ഫേവറേറ്റ്. ഇതിൻ്റെ ഒരു ജെൽ കൺസിസ്റ്റൻസി ആണുള്ളത്. അതിന് അത്യാവശ്യം നന്നായിട്ട് ലാദറപ്പ് ആവുകയും ചെയ്യും. സോ ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പ് പീപ്പിൾ. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ സമ്മർ സീസണിൽ യു ക്യാൻ യൂസ് ദിസ്. പക്ഷേ വിന്റർ സീസണിൽ ഐ തിങ്ക് ഇറ്റ് മൈറ്റ് സ്ലൈറ്റ്ലി ഡ്രൈ അപ്പ് യുവർ സ്കിൻ. നല്ലൊരു ക്ലെൻസറാണ്, അത്യാവശ്യം നല്ല അഫോർഡബിളും ആണ്. അടുത്തത് ടോണർ. ഇത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് റൈസ് വാട്ടർ ടോണറാണ്. I just love this toner. ഇതിൽ niacinamide 3% and rice water extract ഉണ്ട്. So it tightens the pores and even brightens the skin. Okay. And ഇത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണറും ആണ്. ഇതൊരു സ്പ്രേ ബോട്ടിലാണ് വരുന്നത്. ആൻഡ് ദിസ് വൺ സ്പ്രിറ്റ്സ് ദി സ്പ്രേ ഈവൻലി. നല്ലൊരു ഈവൻ സ്പ്രിറ്റ്സ് ആയി തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓയിലി സ്കിൻ ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അല്ലെങ്കിൽ കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ ഒരു റൂട്ടീൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് ചെക്ക് ഇറ്റ് ഔട്ട്, ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതിൽ ഞാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ടോണറായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഹാസ് ടു ബി ദിസ് വൺ. ഇത് ഡെർമാക്കോൻ്റെ 5% സിക്ക ഗ്ലോ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇതിൽ സിക്ക എക്സ്ട്രാക്ട്സ് ഉണ്ട്, ആൽഫ ബ്യൂട്ടിൻ ഉണ്ട്, ട്രാൻഎക്സാമിക് ആസിഡ് ഉണ്ട്. മെയിൻലി ഇത് പിഗ്മെന്റേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ബട്ട് എൻ്റെ പിഗ്മെന്റേഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഐ കനോട്ട് സേ ഹൗ മച്ച് ദിസ് വർക്ക്സ് ഓൺ ദി പിഗ്മെന്റേഷൻ, ബട്ട് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ആവുന്ന പോലത്തെ ഒരു മോയ്സ്ചറൈസറാണ്. സോ ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് ഇത് നന്നായിട്ട് ചേരാൻ പോകുന്നത്. ഈവൻ ഡ്യൂറിങ് സമ്മർ ടൈമിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദിസ് ഫീൽസ് വെരി ലൈറ്റ് ആൻഡ് നറിഷിങ് ഓൺ ദി സ്കിൻ. യെറ്റ് ഹെവി ആയിട്ടോ ഗ്രീസി ആയിട്ടോ ഒരിക്കലും ഫീൽ ചെയ്യുകയില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള 10ൽ കൂടുതൽ മോയ്സ്ചറൈസേഴ്സ് റിവ്യൂ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എനിക്ക് ഇഷ്ടമുള്ള വേറെയും കുറേ മോയ്സ്ചറൈസേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബട്ട് ഈ വർഷം ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു ബി ദിസ് വൺ. ഫേവറേറ്റ് സൺസ്ക്രീൻസ് ഞാൻ ഒന്നല്ല 2 സൺസ്ക്രീൻ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് യൂസ് ചെയ്ത 2 സൺസ്ക്രീൻ. സമ്മർ ടൈമിലൊക്കെ ഞാൻ കുറച്ചുകൂടി യൂസ് ചെയ്തത് ഇതാണ്. ആൻഡ് വിന്റർ ടൈം ഓർ കുറച്ചുകൂടെ തണുപ്പുണ്ടായിരുന്ന സമയത്തൊക്കെ ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്തത്. എഗെയിൻ കളക്റ്റീവ് സൺസ്ക്രീൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൽ ഞാൻ ഈ സൺസ്ക്രീനിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദിസ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഫ്രം ദാറ്റ് ലിസ്റ്റ് ടു. ലിക്വിഡ് ഓർ ഭയങ്കര വാട്ടർ ലൈക്ക് സൺസ്ക്രീൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു ആർ ഗോണ ലൈക്ക് ദിസ്. വേറെ 4 ഫ്ലൂയിഡ് ഓർ ലിക്വിഡ് കൈൻഡ് ഓഫ് സൺസ്ക്രീൻസ് കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, കോമ്പിനേഷൻ സ്കിൻ ആണ് ഓർ നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദിസ്. ഇത് നല്ലൊരു നറിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ദിസ് വൺ ഫീൽസ് ലൈക്ക് വാട്ടർ. ഇത് ഭയങ്കര തിൻ റണ്ണി കൺസിസ്റ്റൻസി ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ദിസ് ഡസൻറ്റ് ഫീൽ ലൈക്ക് എനിത്തിങ് ഓൺ ദ സ്കിൻ. ഒരു ലൈറ്റ് മാറ്റ് ഫിനിഷ് ആയത് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടും SPF 50+ സൺസ്ക്രീൻസ് ആണ്. ആൻഡ് രണ്ടും നല്ല സൺസ്ക്രീൻസ് ആണ്. സോ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ് യു ക്യാൻ ചൂസ്. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് 2024 ജാൻ ടു ജൂൺ ജൂലൈ വരെ എൻ്റെ സ്കിൻ ഇറ്റ് വെന്റ് ത്രൂ സോ മച്ച്. ബ്രേക്ക് ഔട്ട്സിൻ്റെ, ആക്നെ മാർക്സിൻ്റെ ഒക്കെ ഒരു പരമ്പര തന്നെയായിരുന്നു. ഐ ആക്ച്വലി വെന്റ് ഔട്ട് ആൻഡ് സീക്ക് ഹെൽപ്പ് ഫ്രം ഡെർമറ്റോളജിസ്റ്റ്. ആഫ്റ്റർ ദി ആക്നീസ് ആർ റിഡ്യൂസ്ഡ്, ആക്നെ മാർക്സ് ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. സോ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത 2 പ്രോഡക്ട്സ് ആണ് ഇത് രണ്ടും. ഈ ഒരു ഡുവോ ദിസ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി ഓൺ മൈ സ്കിൻ. ഇത് രണ്ടും മിനിമലിസ്റ്റിന്റെ പ്രൊഡക്ട്സ് ആണ്. ദിസ് ഇസ് ആൽഫ ബ്യൂട്ടിൻ ആൻഡ് ദിസ് ഇസ് ട്രാൻഎക്സാമിക് ആസിഡ് ഫ്രം മിനിമലിസ്റ്റ്. ഇത് രണ്ടും മെലാസ്മ, പിഗ്മെന്റേഷൻ, ആക്നെ മാർക്സ്, ആക്നെ സ്പോട്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സീറംസ് ആണ്. ഞാൻ ആൽഫ അബ്യൂട്ടൻ രാവിലെ യൂസ് ചെയ്യും ആൻഡ് ട്രാൻഎക്സാമിക് ആസിഡ് രാത്രി യൂസ് ചെയ്യും. ആൽഫ അബ്യൂട്ടൻ നല്ല വാട്ടർ ലൈക്ക് ടെക്സ്ചർ ഉള്ളൊരു ഭയങ്കര ജെന്റിൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സീറമാണ്. സോ ദിസ് ഡസൻറ്റ് ഫീൽ ഹെവി ഓർ എനിത്തിങ്. സോ രാവിലെ യൂസ് ചെയ്യാൻ എനിക്കിതൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ്. ആൻഡ് ട്രാൻഎക്സാമിക് ആസിഡ്
ലൈറ്റ്ലി എവർ സോ സ്ലൈറ്റ്ലി ഒരു ചെറിയൊരു ഓയിലിനെസ് പോലെ ഇത് ഇട്ടാൽ ഫീൽ ചെയ്യും കേട്ടോ. സോ എനിക്ക് രാത്രി ഇതിടാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. ബട്ട് ദിസ് ഡുവോ വർക്ക്സ് ബ്യൂട്ടിഫുള്ളി ഓൺ മൈ പിഗ്മെൻറ്റേഷൻ. ഇത് കൂടാതെ ഞാൻ എൻ്റെ ആക്നെ ആൻഡ് പിഗ്മെൻറ്റേഷൻ ജേർണിയിൽ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഞാൻ ഉറപ്പായിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അടുത്തൊരു ഫേസ് മാസ്ക് ആണ്. ദിസ് ഇസ് ദി വൺ. ഇത് ഡോക്ടർ ഷേത്തിൻ്റെ ഗുലാബ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് മാസ്ക് ആണ്. ഇതിൽ 5% ഗ്ലൈക്കോളിക് ആസിഡും 15% കയോലിൻ ക്ലേയും ഉണ്ട്. സോ ഇതൊരു ക്ലേ ബേസ്ഡ് ഫേസ് മാസ്ക് ആണ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് എല്ലാ ക്ലേ മാസ്ക് പോലെയും കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യാനൊക്കെ. ദാറ്റ് ഹാപ്പൻസ് വിത്ത് എവറി ക്ലേ മാസ്ക്. സോ ഐ കനോട്ട് റിയലി കംപ്ലെയിൻ. ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ്. ക്ലേൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻസ് റെഡ്യൂസ് ചെയ്യാനും പോസ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇഫ് യു ഹാവ് ഓയിലി കോമ്പിനേഷൻ ഓർ നോർമൽ സ്കിൻ ടൈപ്പ് ആൻഡ് നിങ്ങൾക്ക് ആക്നെ മാർക്സ്, സ്പോട്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. അടുത്തൊരു ലിപ് സീറമാണ്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫേവറേറ്റ്സ് വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിരുന്നൊരു പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ വർഷം തൊട്ട് ഈ വർഷം വരെ ഞാൻ thoroughly എൻജോയ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. വേറെ ഏതൊക്കെ ലിപ് ബാംസ്, ലിപ് സീറംസ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഐ നീഡ് ദിസ് വൺ വിത്ത് മീ. ഇത് എൻ്റെ ഒരു സ്റ്റേപ്പിൾ മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ലിപ് സീറമാണ്. ഇത് പിലിഗ്രിമിൻ്റെ സ്ക്വാലൈൻ പെപ്പർമെൻറ്റ് ലിപ് സീറമാണ്. ദിസ് ഇസ് സച്ച് എ നൈസ് മോയ്സ്ചറൈസിങ് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ് സീറമാണ്. തിക്കായിട്ടോ ഹെവി ആയിട്ടോ ഗ്രീസി ആയിട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല ഇതൊരു ലിപ് സീറം ആയതുകൊണ്ട് തന്നെ. ഇനി രാത്രി എനിക്ക് എക്സ്ട്രാ കുറച്ചുകൂടി ഒരു നറിഷ്മെൻറ്റ് വേണമെന്നാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് വാസ്ലിൻ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും ഇൻ കേസ് ഐ നീഡ് ഇറ്റ്. ബട്ട് മോർണിംഗ് ടൈമിലൊക്കെ ദിസ് ഇസ് ജസ്റ്റ് പെർഫെക്റ്റ്. പെപ്പർമെൻറ്റ് ഫ്ലേവേർഡ് ആയതുകൊണ്ട് സ്ലൈറ്റ് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഒരു കൂളിംഗ് സെൻസേഷനൊക്കെ ഫീൽ ചെയ്യും, വിച്ച് ഇസ് റിയലി നൈസ്. സൂപ്പർ ഡ്രൈ ചാപ്ഡ് ലിപ്സ് ആണെങ്കിൽ ഐ വിൽ നോട്ട് സജസ്റ്റ് ദിസ്. ഞാൻ കുറച്ച് ലിപ് ബാംസ് ഒക്കെ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം പ്ലാനിങ് ടു ഡു എ കളക്റ്റീവ് വീഡിയോ ഓൺ ദാറ്റ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കൺസിഡർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. അടുത്തത് 2 ബോഡി കെയർ പ്രൊഡക്ട്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ. ഇത് പ്ലം ബോഡി ലവിങ് വെനില കാരമലോ ബോഡി ലോഷൻ ആണ് വിത്ത് കൊക്കോ ബട്ടർ. ഐ ആം എ വെരി വെരി ലേസി പേഴ്സൺ വെൻ ഇറ്റ് കംസ് ടു ബോഡി കെയർ. ഓക്കെ, ബോഡി കെയർ ഞാൻ ഭയങ്കര ലേസിയാണ്. ഞാൻ എന്നും ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്ന ഒരാളല്ല ബിക്കോസ് ഐ എം ലേസി. ബട്ട് ആക്ച്വലി വി ആർ സപ്പോസ് ടു അപ്ലൈ. ഇത് ഭയങ്കര അടിപൊളി സെൻറ്റ് ആട്ടോ. ഇഫ് യു ലവ് വെനില സെൻറ്റ് ദെൻ യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് വൺ. ശരിക്കും ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ലൊരു വെനില കാരമൽ സെൻറ്റ് ആണ്. നല്ല റിച്ച് ആണ്. അറ്റ് ദി സെയിം ടൈം ഓവർലി റിച്ച് ഓർ തിക്ക് ഗ്രീസി ഫീലിംഗ് ഒന്നുമല്ല. പക്ഷെ നല്ലപോലെ ബോഡീനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും. കുളിച്ച ഉടനെ തന്നെ സ്ലൈറ്റ് ഒരു നനവോട് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. സോ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ്. എസ്പെഷ്യലി വിൻ്റർ സീസണിൽ ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഐ ജസ്റ്റ് എൻജോയ് ഇറ്റ്. നെക്സ്റ്റ് ഒരു റോൾ ഓൺ ആണ്. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് വിഷ് കെയറിൻ്റെ അണ്ടർ ആം റോൾ ഓൺ സീറമാണ്. ഇതിൽ AHA, കോജിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, സിക്ക ആൻഡ് ലിക്കറൈസ് ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യും എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഐ ആം നോട്ട് സോ ഷുവർ അബൌട്ട് ദി പിഗ്മെൻറ്റേഷൻ പാർട്ട്. ഞാൻ അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും അണ്ടർ ആംസ് പിഗ്മെൻറ്റേഷനിൽ കണ്ടിട്ടില്ല. ബട്ട് ഐ ലവ് ഹൗ ദിസ് പെർഫോംസ്. ഇത് നല്ലൊരു അക്വാ സെൻറ്റാണ് ഉള്ളത്. ആൻഡ് ദിസ് ഈസ് ഇൻ ദി വേരിയൻറ്റ് അക്വാ ഫ്രഷ്. നല്ലൊരു അക്വാട്ടിക് സെൻറ്റാണ്. എനിക്ക് ആക്ച്വലി അക്വാട്ടിക് സെൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ദിസ് ഹാസ് എ ബ്യൂട്ടിഫുൾ സെൻറ്റ് ആൻഡ് ഓഡർ കൺട്രോളിങ്ങിൽ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഐ റിയലി ലൈക്ക് ദിസ് വൺ. ഇതിന് ചെറിയൊരു ഡൗൺഫോൾ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇത് ആക്ച്വലി ഒരു വാട്ടർ ബേസ്ഡ് സീറം കൈൻഡ് ഓഫ് ഒരു ഫോമുലയാണ്. സോ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ഞാൻ ജനറലി ഇതുകൊണ്ട് ട്രാവൽ ചെയ്തപ്പോൾ ഐ ഹാവ് സീൻ സം ലീക്കേജ് പ്രോബ്ലംസ്. സോ അതൊരു ചെറിയ പ്രശ്നമാണ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഓഡർ കൺട്രോൾ ചെയ്യാനും നമ്മളെ കുറച്ചധികം ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഐ റിയലി ലൈക്ക് ദിസ് വൺ. അടുത്തത് ഹെയർ കെയർ പ്രൊഡക്ട്സിലോട്ട് കടക്കാം. ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ. ഇത് മിനിമലിസ്റ്റിൻ്റെ ഫ്രിസ് കൺട്രോൾ കോംപ്ലെക്സ് ആണ്. ദിസ് ഹാസ് SPF 32. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള ഹെയർ പ്രൊഡക്ട്സ് ഭയങ്കര കുറവാണ്. ഇറ്റ് ഇസ് ജസ്റ്റ് കമ്മിങ് അപ്പ്. ബട്ട് ഇത് സൺ ഡാമേജിൽ നിന്ന് നമ്മളെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം ഇത് നല്ലൊരു ഫ്രിസ് കൺട്രോളിങ് പ്രൊഡക്റ്റുമാണ് കേട്ടോ. ഞാൻ കുളിച്ച് കഴിഞ്ഞ് മുടിയിൽ ലൈറ്റ് നനവുള്ളപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് കെയർ ഓഫ് ദി ഫ്രിസ്. മുടി അധികം ഫ്രിസി ആവാതെ സ്മൂത്തായിട്ട് കൺട്രോളബിൾ ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. കുറച്ച് യൂസ് ചെയ്താൽ മതി. ഒരു തവണ മേ ബി ദിസ് മച്ച്, ഒരു പമ്പ് മാത്രം മതി. നല്ലൊരു പ്രൊഡക്റ്റാണ്. അധികം ആരും ഇതേക്കുറിച്ച് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ദിസ് ഡെഫിനറ്റ്ലി വർക്ക്സ്.
നെക്സ്റ്റ് ഒരു ഷാംപൂ ആണ്. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് ഡവിൻ്റെ ബ്യൂട്ടിഫുൾ കേൾസ് ഹൈഡ്രേറ്റിംഗ് ഷാംപൂ ആണ്. എനിക്ക് ആക്ച്വലി ഒരു വേവി കേളി കൈൻഡ് ഓഫ് ഹെയർ ആണുള്ളത് ആൻഡ് ഐ ലവ് ദിസ് പ്രോഡക്റ്റ് ഫോർ മൈ ഹെയർ. മോസ്റ്റ് ഓഫ് ദി ഹൈലി റെക്കമെൻഡഡ് ഹൈപ്ഡ് അപ്പ് ഷാംപൂസ് ഒന്നും എനിക്ക് വർക്ക് ചെയ്യാറില്ല. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ ഷാംപൂ ആണ്. ദാറ്റ് ഈസ് ദി വൺ ദാറ്റ് വർക്ക്സ് ഫോർ മീ. സോ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വേറെ കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പല ഷാംപൂസും ഞാൻ മേടിച്ച് അട്ടർ ഫെയിൽ ആയിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് മേക്സ് മൈ ഹെയർ സോ ഡ്രൈ, റഫാക്കും. ഒരുവിധം എല്ലാ ഷാംപൂസും ഇറ്റ് ഡസ് ദാറ്റ് ടു മൈ ഹെയർ. ബട്ട് ദിസ് വൺ ഇസ് ഡിഫറെൻറ്റ്. ഇത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഷാംപൂ ആണ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് യുവർ ഹെയർ ഫ്രിസി ഓർ ഭയങ്കര റഫൊന്നും ആക്കില്ല. ഇറ്റ് കീപ്സ് യുവർ ഹെയർ സ്മൂത്ത്, സോഫ്റ്റ് ആയിട്ട് വെക്കും. ഞാനിത് ജനറലി ഹെയർ ഓയിൽ ചെയ്യാത്ത ദിവസമാണ് പ്രിഫർ ചെയ്യാറ്. എനിക്കിത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ആണ്. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. എനിക്കിത് കൂടാതെ വേറെയും കുറേ ഫേവറേറ്റ്സ് ഉണ്ട്. ഞാൻ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഭയങ്കര പിക്കി ആയിട്ട് ചൂസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും